ഗാന്ധി വിചാരധാര ചെറായിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും പരിപാടിയിൽ ജോയ് നായരമ്പലത്തെ അനുസ്മരിച്ചുകൊണ്ട് സുരേഷ് കാനപ്പള്ളി കവിത അവതരിപ്പിക്കുന്നു. 1980-85 കാലഘട്ടം. അന്ന് പൗരധ്വനി എന്ന് പറഞ്ഞൊരു വാരിക ഉണ്ടായിരുന്നു. ഇന്നത്തെ മനോരമയുണ്ടായി, മംഗളമുണ്ടായി. പക്ഷെ അതിന് ഒരു പടി മേലെ നിൽക്കണ വാരികയായിരുന്നു. അവര് അത് കത്തി നിൽക്കുന്ന സമയത്ത് ഓരോ ഇടങ്ങളിലും യുവകല സാഹിത്യമാരെ സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിന് വന്നിരുന്നത് അതിൻ്റെ എഡിറ്റർ, മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ അനുജൻ അത്തിക്കാരമാണ്. അപ്പൊ അന്ന് ഞങ്ങൾ നായരമ്പലത്ത് ഒരു 10 പേര് കൂടി ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. അതിൻ്റെ അധ്യക്ഷൻ ആയിട്ടിരുന്നത് ജോയി മാഷാണ്, ജോയി നായരമ്പലം. ആ കൂട്ടത്തിൽ മഹേഷ് മങ്ങേട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹരീഷ് പൗത്രൻ, ഹരീഷ് നായരമ്പലം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലൊക്കെ എഴുതിയായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു അനുഭവങ്ങൾ എനിക്കുണ്ട്. മിക്കവാറും അതിനുശേഷവും ജോയി മാഷ് എപ്പോഴും കാണാറുണ്ട്. ഇവിടെ വെച്ച് ഞാൻ ഗാന്ധിയുടെ വിചാരധാര പരിപാടിക്ക് വന്നപ്പോഴും എപ്പോഴും കാണാറുണ്ട്. എറണാകുളം ഇവിടെ വെച്ച് കാണാറുണ്ട്. എന്നാലും എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുന്ന മനുഷ്യൻ. മാഷിനെ പറ്റി ഓർത്തപ്പ മാത്യു സാറെ എന്നെ വിളിച്ചപ്പ 4 വരി ഒന്ന് കുറിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ചില സമാന്തരങ്ങൾ. കവിളിൽ കറുത്തോരു മറുക്, ചുണ്ടിലൊരു സ്നേഹ പൂക്കി പുഞ്ചിരി, മൊഴിയിൽ തോനെ സാഹിത്യം, പൗരധ്വനിക്കാലത്തെ സൗഹൃദം, സമാന്തരങ്ങൾ കുറിച്ച നോവലിസ്റ്റ്, മൊബൈൽ ഇല്ലാത്തൊരു ജീവിതം, കുര്യൻ ചേട്ടനൊരു അനുയായി, പ്യൂപ്പയിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം, വൈപ്പിൻകരയുടെ പ്രിയപുത്രൻ, അവാർഡെന്ന മാസ്മരികത കൊതിക്കാത്ത പ്രതിഭ, ആരോടും ഒന്നിനോടും പരിഭവമില്ലാത്ത ഗാന്ധിയൻ.